ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. നമുക്കറിയാം എന്താണ് നല്ല ഒരു പേ ഓഫ് സ്കെയിലിൽ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ എന്താണ് സിലബസൊക്കെ ഇച്ചിരി വൈഡ് ആയിട്ടുള്ള സിലബസൊക്കെ തന്നെയാണ്. നമ്മൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നല്ല നമുക്ക് എടുത്തു പറയാം അല്ലെ, ഏറ്റവും നല്ല ഒരു പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത്. ഈ STO എക്സാമിന് വേണ്ടി എന്താണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. നല്ല രീതിയിലുള്ള ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു കാഷ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോയി എഴുതുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഈ എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. ഈ ഒരു എക്സാം വരുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആ എക്സാമിൻ്റെ കൺഫർമേഷൻ വന്നിട്ട് പഠിക്കാം. ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ഏരിയയും ഈച്ച് ആൻഡ് എവറി ഏരിയ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാം നേടിയെടുക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പേ ഓഫ് സ്കെയിൽ നിങ്ങൾ നോക്കിയാൽ മതി, 1 lakh എബവ് വരെ എത്തുന്ന ഒരു നല്ല പോസ്റ്റാണ്. നല്ല രീതിയിൽ പേ ഓഫ് സ്കെയിൽ ഉള്ള ഒരു പോസ്റ്റാണ്. നിങ്ങൾ കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ കിട്ടുന്നത്. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമുക്കറിയാം കൊമേഴ്സിൻ്റെ പോർഷൻസും ഉണ്ട്, ലോയുടെ പോർഷൻസും ഉണ്ട്. അപ്പോൾ കൊമേഴ്സുകാരോർക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഏതാണ് നമ്മളുടെ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്, കമ്പനി ലോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് അല്ല മക്കളെ, നല്ല ഡെപ്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ലോ ഒക്കെ ഒരു LLB ലെവലിലുള്ള ലോകളുടെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അത് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ളതും നമ്മളുടെ എന്താണ് കമ്പനിയുടെ കാര്യങ്ങളുണ്ട്, അതുപോലെ കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് എന്താണ് ഡെപ്തിലുള്ള പഠനം വേണം. അത് നിങ്ങൾ ഒരു റഫായിട്ടുള്ള പഠനത്തിലൂടെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് അതിനകത്ത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഉണ്ട്. ഈ ഏരിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നോക്കിപ്പോയി എഴുതാനായിട്ട് പറ്റത്തില്ല. നമ്മളൊരു സാധാ ഒരു അക്കൗണ്ടൻ്റ് എക്സാമിന് അല്ലെ സാധാ ഒരു അസിസ്റ്റൻ്റ് എക്സാമിനൊക്കെ കൊമേഴ്സുകാർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയല്ല ഏതിന് വേണ്ടത്, നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പുതിയ ബാച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി നടത്താനായിട്ട് CC സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ആകുകയാണ്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് നിങ്ങൾ ഉടനെ തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്തോണം, ബുക്ക് ചെയ്തോണം. ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് വില്ലിങ് ആകുക കേട്ടോ. നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ സിലബസ് നമുക്കറിയാം. ഇപ്പം നമുക്ക് പുതിയ സിലബസ് വന്നിട്ടില്ല, റിവൈസ് ചെയ്യാനായിട്ട് സാധ്യതയില്ല. നമുക്ക് ഓൾറെഡി ഉള്ള സിലബസ് തന്നെ ആയിരിക്കും. ആ സിലബസ് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ തുടങ്ങുകയാണ്. A to Z കാര്യങ്ങൾ എവിടെയാണോ ബേസ്, അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ലൂക്ക പാസിയോളി അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നിടം തൊട്ട് നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അഡ്വാൻസ്ഡ് സ്പെഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജീരിയൽ അക്കൗണ്ടിങ്ങും എല്ലാം വന്ന് ത്തിലുള്ള പോർഷൻസ് കൊമേഴ്സിൻ്റെതും ഹാൻഡിൽ ചെയ്യും, അതുപോലെ തന്നെ ലോയുടെ പോർഷൻസും ഹാൻഡിൽ ചെയ്യും. നമുക്കറിയാം ഇത് രണ്ടെണ്ണം നമുക്ക് ഈ ഒരു എക്സാമിന് ഏകദേശം ഒരു 40+ കിട്ടുന്ന ആളുകൾക്ക് 40+ കിട്ടുന്ന ആളുകൾക്ക് തന്നെ ഷുവറാണ് പോസ്റ്റ് ഷുവറായിട്ട് തന്നെ എന്താണ് ലിസ്റ്റിൽ കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് അത്രയും ഡെപ്തിൽ പഠിക്കേണ്ടതായിട്ട് വരും. ക്വസ്റ്റ്യനുകളൊക്കെ ഇപ്പം നമുക്കറിയാം PSCയുടെ പാറ്റേൺ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മളുടെ MCQസുകളൊക്കെ എങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ അക്കൗണ്ടൻ്റ് എക്സാം എഴുതിയ ആളുകൾക്കറിയാം ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പോർഷൻസ് അറ്റൻഡ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. എന്തുകൊണ്ടാണ്, സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് സെൻറ്റൻസുകളിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ആ രീതിയിലൊക്കെ വരും. അതിനെന്ത് വേണം, കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്ത് പഠിക്കണം. CCയിൽ എന്ത് അവൈലബിൾ ആണ്, CCയിൽ ഇതുപോലെയുള്ള MCQ സെക്ഷനുകൾ, ലൈവ് സെക്ഷനുകൾ എല്ലാം കൊടുക്കുന്നുണ്ട് MCQs വർക്കൗട്ടിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് CCയിലെ കുട്ടികൾക്ക് എന്താ വെച്ചാൽ വരും, ഭയങ്കര എളുപ്പമായിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് ഇത് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വായിച്ചെടുത്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, ഈ ഒരു പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, അതോടൊപ്പം തന്നെ PDF മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾ
നിങ്ങൾക്ക് ഈ ഒരു എക്സാം നേടിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആക്കിക്കൊണ്ടാണ് CCയിലെ ക്ലാസ്സുകൾ പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ ആദ്യ ദിവസം തൊട്ട് തന്നെ നമ്മളുടെ പാർട്ടാകുക. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിൻ്റെ ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം പകുതിയോളം കവർ ചെയ്ത് കാണും അല്ലേ. നമുക്ക് റിവൈസ് ചെയ്യാനുള്ള, വീണ്ടും പഠിക്കാനുള്ളത് അല്ലേ. നമുക്കറിയാം HSST എക്സാമിൻ്റെ ഒക്കെ സക്സസ് എന്ന് പറയുന്നത് അതായിരുന്നു. CC എന്ത് ചെയ്യുന്നുണ്ട്, MCQs എല്ലാ തലത്തിലുള്ള MCQസിലായിട്ടും പോകും. അതായത് നമുക്കറിയാം ഇപ്പോൾ HSST പോലൊരു എക്സാമിന് CC പ്രിപ്പയർ ചെയ്ത സമയത്ത് നമ്മൾ NVTയുടെയും ഏകലവ്യയുടെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന കേന്ദ്ര വിദ്യാലയത്തിൻ്റെയും നവോദയയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്താണ് ഞങ്ങൾ കൊമേഴ്സുകാർ കുട്ടികളുടെ മുന്നിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1ാം റാങ്കും 2ാം റാങ്കും ഒക്കെ CCക്ക് സ്വന്തമാണ്. 1, 2, 7 അങ്ങനെ ഒരുപാട് റാങ്കുകൾ CCക്ക് സ്വന്തമായിട്ട് വന്നു. അതുപോലെയാണ് ഇതും ഞങ്ങളുടെ ടീം വളരെ സെറ്റായിട്ടാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ലോയുടെ പോർഷൻ ആയിക്കോട്ടെ, കൊമേഴ്സിൻ്റെ പോർഷൻ ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ആ സിലബസിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഭദ്രമാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഇനി സമയം കളയണ്ട, നോട്ടിഫിക്കേഷൻ വരട്ടെ, പയ്യേ ഉള്ളൂ, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തീരട്ടെ, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ എന്നാണ് അവിടെ വിചാരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള പഠനം ആദ്യ ദിവസം തൊട്ട് തന്നെ തുടങ്ങാം. നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വിളിക്കുക, സീറ്റ് ബുക്ക് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ ഇതിലേക്ക് എത്തിക്കും. അപ്പം നമ്മളോടൊപ്പം ചേരാൻ നിങ്ങൾ റെഡിയല്ലേ? റെഡി ആണെങ്കിൽ ഉടനെ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഇതിൻ്റെ തന്നെ എന്താണ് MCQs ഡിസ്കഷനും മറ്റുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചാനലിൻ്റെ അകത്ത് വരും. അപ്പോൾ അതും എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയുടെ ക്ലാസ് ഒക്കെ വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതും ചെയ്തു തരുന്നതായിരിക്കും. നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെയുണ്ട്. അതിലും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തുന്നതാണ്. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.